മാർട്ടിൻ മേനാശ്ശേരി, കേൾക്കാമോ? കേൾക്കാം. ഈ പരാതി കൊടുത്തതിൻ്റെ ഉദ്ദേശ്യം എന്താണ്? അതിൻ്റെ സാങ്കത്യം എന്താണ്? ഞാൻ മാർച്ച് മാസം 1-ാം തീയതിയാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പരാതി ഞാൻ കൊടുക്കുന്നത്. സെൻട്രൽ സ്റ്റേഷനിലാണ് പരാതി കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഏപ്രിൽ 30-ാം തീയതി ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നു. അതിന്മേൽ നടപടി ഉണ്ടായില്ല. ഇതിനുശേഷം വീണ്ടും ഞാൻ ബഹുമാനപ്പെട്ട CJM കോടതിയെ സമീപിക്കുന്നു. അപ്പോൾ CJM കോടതി ഈ ബന്ധപ്പെട്ട എവിഡൻസും കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം അത് പോലീസിന്റെ റിപ്പോർട്ട് തരികയും അതിനനുസരിച്ചിട്ടാണ് ഈ CJM കോടതി ഈ കേസുമായിട്ട് FIR എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ വന്നിരിക്കുന്ന ഒരു ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. അതായത് ഈ ശ്വേതാ മേനോൻ അഭിനയിച്ചിരിക്കുന്ന പല പടങ്ങളിലും ആ പടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില ഇന്റർവ്യൂകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ഇന്റർവ്യൂകളിൽ വളരെ വ്യക്തമായിട്ട് ആ ഇന്റർവ്യൂവിന്റെ പകർപ്പ് ഞാൻ കോടതി കൊടുത്തിട്ടുണ്ട്. ഈ ഇന്റർവ്യൂവിന്റെ പകർപ്പുകളിൽ വളരെ കൃത്യമായിട്ട് പറയും, ഞാൻ ഇതുപോലെ തന്നെയുള്ള നഗ്നമായ വീഡിയോകളിൽ ഞാൻ വീണ്ടും ഞാൻ അഭിനയിക്കും, പണം കിട്ടിയാൽ ഞാൻ അഭിനയിക്കും. അപ്പം ഈ ഇത്തരം പോൺ സൈറ്റുകൾ വ്യാപകമായിട്ട് ഈ പോൺ സൈറ്റുകളിൽ ഇവരുടെ വീഡിയോസും അല്ലെങ്കിൽ മറ്റേ രീതിയിലുള്ള വൾഗറായിട്ടുള്ള വീഡിയോസ്, വൾഗർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് അത് തന്നെ. ഇന്ന് ചൈനയിൽ നിന്ന് ഒരാളിനെ വിളിച്ചു. അപ്പം വിളിച്ചു കഴിഞ്ഞപ്പോഴും ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞൊരു കാര്യം ഇതാണ്, വളരെ മോശമായിട്ടുള്ള ഒരുപാട് വീഡിയോസുകളുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ശ്വേതാ മേനോൻ സ്വന്തം നിലക്കാണോ ഇങ്ങനെ ഇത്തരം വീഡിയോകൾ പോൺ സൈറ്റിന് അയച്ചു കൊടുത്തത്? അങ്ങനെ പറയാൻ പറ്റുമോ താങ്കൾക്ക്? സ്വന്തം നിലയിലാണ് എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അല്ല, അപ്പം എങ്ങനെയാണ് അവരെ കുറ്റക്കാരിയായി ചിത്രീകരിക്കുക? കുറ്റക്കാരിയായിട്ട് ഞാൻ ചിത്രീകരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം അത്രേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ എൻ്റെ വീഡിയോസ് പോൺ സൈറ്റിലും ഉണ്ട്, 30 കോടിയോളം ആളുകൾ കണ്ടിട്ടുണ്ട് എന്ന് അവര് തന്നെ പ്രസ്താവന പറയുന്നത്. എവിടെയാണ്, ഏത് മാഗസീനിലാണ് അങ്ങനെ ഒരു അഭിമുഖം വന്നത്? അത് പ്രധാനമായിട്ടും ഒരു പത്രത്തിലും ഏത് പത്രം? ഒരു ഇടിക്കുച്ചി എന്ന് പറയുന്ന ഒരു പത്രത്തിൽ. അത് ഇടിക്കുച്ചി എന്ന് പറയുന്ന 1999 ഇടിക്കുറ്റിയോ? ബെസ്റ്റ് പേര്. ആ പത്രത്തിലും അതുപോലെ മീഡിയ സിൻഡിക്കേറ്റ്. അല്ല, എത്ര ചലച്ചിത്ര പ്രസിദ്ധീകരണങ്ങളുണ്ട്, നിങ്ങൾക്ക് ഈ ഇടിക്കുറ്റി മാത്രമേ കണ്ടിട്ടുള്ളൂ? മാത്രമല്ല ഒറ്റ കാര്യം, അവര് കൊടുത്തിരിക്കുന്ന അഭിമുഖമാണല്ലോ, നമ്മൾ കൊടുത്തിരിക്കുന്നതല്ലോ. അപ്പൊ ഞാൻ അതെല്ലാം ഒരു തെളിവായിട്ടാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, മലയാളത്തിലെ മറ്റ് ഒരു നടിമാരും ഇത്രയും മോശമായിട്ട് വൾഗർ വേഷങ്ങളിലൊന്നും അഭിനയിച്ചിട്ടില്ല. അതെല്ലാം നടിമാരെ വിടൂ, ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള എത്ര മലയാളി സ്ത്രീകൾ പോൺ സൈറ്റുകൾ സ്വന്തം നിലക്ക് തുടങ്ങിയിട്ടുണ്ട്. എത്ര മോശമായിട്ട് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അവരഭിമാനത്തോടെ തന്നെയാണ് അവർ അക്കാര്യം പറയുന്നതും. മാത്രമല്ല, നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടാണെങ്കിൽ ആ സൈറ്റിലോട്ട് കയറാം, അതിന് പ്രത്യേക ഫീസാണ്. അപ്പോൾ എന്തുകൊണ്ട് ശ്വേതാ മേനോൻ എന്നുള്ളതാണ് ചോദ്യം. താങ്കൾ മറ്റ് ആരെയും കണ്ടില്ല എന്നുള്ളതാണോ? അല്ല, ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇത് മാത്രമേ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ. ശ്വേതാ മേനോന്റെ നഗ്ന വീഡിയോകൾ മാത്രമേ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടുള്ളൂ. അതാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു സംസ്കാരമുണ്ട്, ഭാരതത്തിന് സംസ്കാരമുണ്ട്. ആ സംസ്കാരം ഇപ്പൊ കുഞ്ഞു പിള്ളേരുടെ പോലും, കാരണം കൊറോണയ്ക്ക് ശേഷം എല്ലാവർക്കും അറിയാം, കോവിഡിന് ശേഷം എല്ലാ കുഞ്ഞുങ്ങളുടെ കയ്യിലും ഫോണുണ്ട് ഇപ്പം. കാരണം സ്കൂളിൽ സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ എല്ലാവർക്കും മൊബൈലും മറ്റു സംവിധാനങ്ങളൊക്കെ ഇന്ന് വ്യാപകമായി. അന്ന് മുതലാണ് ഈ ഫോൺ കുഞ്ഞുങ്ങളുടെയും. ഇന്ന് കുഞ്ഞുങ്ങൾ പോലും, ഇതിപ്പോ നമ്മൾ പല കേസുകളും, ഇപ്പൊ ഈ അടുത്ത ദിവസം തന്നെ എറണാകുളം ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി വേറൊരു കുട്ടിയുടെ നഗ്ന ദൃശ്യം ഫോണിലെടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ, നമ്മളെ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങൾ പോലും ഇതിനെക്കുറിച്ച് അജ്ഞരാണെങ്കിലും അല്ലെങ്കിൽ അറിവില്ലാതെ തന്നെ പല കാര്യങ്ങളും തെറ്റിലേക്ക് പോകുകയും, ഒരു ഗൂഗിളിൽ നമ്മൾ വെറുതെ ഒരു വാക്കടിച്ചാൽ പോലും നമുക്ക് അതിനകത്ത് സെർച്ച് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞ് നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകുന്നു. അത് നമ്മൾ ഭയാശങ്കയോടുകൂടി തന്നെ കാണേണ്ട ഒരു കാര്യമാണത്. പറഞ്ഞത് ഇതൊക്കെ നമ്മൾക്കൊരു ഭാരതത്തിന്റെ ഒരു കൾച്ചറുണ്ട്, സംസ്കാരമുണ്ട്. നമ്മൾ മറ്റു രാജ്യങ്ങൾ പോലെ നമ്മൾ ആ സംസ്കാരം നമ്മൾ കീപ്പ് ചെയ്യണം. ഇത്തരം സംവിധാനങ്ങൾ ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ മലയാളികളായിട്ട് ഇങ്ങനെ നിർമ്മിക്കുന്നത് മറ്റുള്ള ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ വലിയൊരു നിയമം കൊണ്ടുവന്നുകൊണ്ട് ഒരുപാട് വെബ് സീരീസുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ചെറുപ്പത്തില്, കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ഭാവി തീർന്നു പോകും. ഇതൊക്കെ ബാൻ ചെയ്യപ്പെടേണ്ടതാണ്. നമ്മുടെ കുടുംബ സദസ്സുകളിലേക്ക് വരേണ്ടത് നല്ല നല്ല ചിത്രങ്ങളാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം കളിമണ്ണ്
അതുപോലെ തന്നെ രതി നിർവേദം, പിന്നെ മറ്റേ ഒരു മറ്റേ അപ്പൊ ജയഭാരതിക്കെതിരെ പരാതി എന്താ കൊടുക്കാതിരുന്നേ? കാരണം ഞാൻ അങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല, എനിക്കതേക്കുറിച്ച് എന്നോട് എനിക്കതേക്കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല. നിർവേദത്തിന്റെ പുതിയ വേഷം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ആ ചിത്രം ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഞാൻ മാർട്ടിൻ മേനാശ്ശേരി, സദാചാരത്തെ കുറിച്ച് താങ്കൾ ഇപ്പൊ പറഞ്ഞു, നമ്മുടെ സംസ്കാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. അതെ, സംസ്കാരത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞു. താങ്കൾ പെൺവാണിഭ കേന്ദ്രം എന്ന പേര് പറഞ്ഞ് പോലീസുകാരനാണ് തെറ്റിദ്ധരിപ്പിച്ച് ആൾമാറാട്ടം നടത്തി തൃക്കാക്കരയിലെ ഒരു വീട്ടിൽ നിന്ന് 50,000 രൂപയും 16 വയസ്സുള്ള പെൺകുട്ടിയും വേണമെന്ന് ആവശ്യപ്പെട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തതിന് തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കപ്പെട്ട ആളാണോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതായത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഇല്ലേ താങ്കൾക്കെതിരെ? പോലീസ് തൃക്കാക്കര സ്റ്റേഷനിൽ അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു എന്റെ പേരിൽ. ആ കേസ് അങ്ങനെയല്ല. അതായത് ഞാൻ ക്രൈം നന്ദകുമാറിന്റെ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ക്രൈമിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോറി, അത് നിങ്ങൾക്ക് ഇപ്പോഴും വേണമെങ്കിൽ ക്രൈം നന്ദകുമാറിനെ വിളിച്ചു ചോദിക്കാം അതിന്റെ വസ്തുത എന്താണെന്നുള്ളത്. അപ്പോ ഈ നന്ദകുമാർ ഓഫീസർ പറഞ്ഞ് ക്രൈമിന് വേണ്ടി സ്റ്റോറി ചെയ്യാൻ വേണ്ടി ചെല്ലുകയും അതിനകത്ത് ഒരു പെൺവാണിഭക്കാരനെ ഞാൻ ഇത് കാണുകയും അയാളുടെ അടുത്ത് ഈ സംസാരിച്ച് ഞാൻ അത് ഒളിക്യാമറ ദൃശ്യങ്ങൾ പിടിക്കുകയും ഞാൻ മാധ്യമ പ്രവർത്തകനാണെന്ന് അറിഞ്ഞപ്പോൾ അന്നത്തെ ACP ആയിരുന്ന ബിജോ അലക്സാണ്ടറിനെ പറവൂർ വരാപ്പുഴ പെൺവാണിഭ കേസുകളുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പുള്ളിയായിരുന്നു. അന്ന് ഈ അച്ചായൻ ജോഷി എന്ന് പറയുന്ന ഒരു കുപ്രസിദ്ധനായിട്ടുള്ള ഒരു പെൺവാണിഭ സംഘം, എല്ലാവർക്കും അറിയാവുന്നതാണ്, 68ഓളം പെൺവാണിഭ കേസുകൾ അയാളുടെ പേരിലുണ്ട്. ഇയാളും ഈ പോലീസിനെ സ്വാധീനിച്ചുകൊണ്ടാണ് എന്നെ ആ ഒരു കേസിൽ ഞാൻ ഷാഡോ പോലീസ് കമ്മിഞ്ഞ് പണം തട്ടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് എന്റെ പേരിൽ ഒരു കേസ് വരുന്നത്. ഞാൻ അദ്ദേഹത്തോട് ഒരു പൈസ ചോദിക്കാട്ടെ, അല്ലെങ്കിൽ 16 വയസ്സുള്ള കുട്ടിയെ അങ്ങനെ ഉണ്ടെങ്കിൽ സാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പം ഞാൻ സാറിനോട് ഞാൻ ഇപ്പോൾ വിളിച്ച് ഞാൻ പൈസ ചോദിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികം നിങ്ങൾ എനിക്കെതിരെ പരാതി കൊടുക്കാണ്ട് സ്റ്റേഷൻ നിൽക്കുന്ന സമയത്തും താങ്കൾ എന്തുകൊണ്ട് ഈ ഫോൺ പോലീസിന് ഫോർവേഡ് ചെയ്തില്ല? ആ ഫോൺ കൊടുത്താൽ പോലീസ് റെക്കോർഡ് ചെയ്യും, മനസ്സിലായോ? അപ്പോൾ ഈ സംഭവം 1280/2015 CC 1280/2015 നമ്പർ പ്രകാരം കാക്കനാട് കോടതി ഈ കേസ് വന്നു. കേസ് വന്നപ്പം അന്നത്തെ മജിസ്ട്രേറ്റായിരുന്ന ഷിബു ഡാനിയൽ സാറാണ് മജിസ്ട്രേറ്റ്. ആ വിസ്താര വേളയിൽ തന്നെ എന്റെ പേരിൽ ഒരു കേസുകളില്ല. അന്ന് ഈ പറയുന്ന ഈ പെൺവാണിഭക്കാരനെ പേരിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ വക്കീൽ വാദിച്ചു കഴിഞ്ഞപ്പോൾ 68 കേസുകളിലെ പ്രതിയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് എന്നെ ട്രാപ്പിലാക്കിയ കേസല്ലെന്ന് വാക്കാൽ പരാമർശിച്ചു. അപ്പൊ താങ്കൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്.